Hey guys, it's me Rahul from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. അപ്പടാ എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമ്മളെ സാറേ ക്രിസ്മസ് എക്സാമിന് എല്ലാം ഞങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും ഞങ്ങൾ കവർ ചെയ്ത്. പക്ഷേ കുറച്ച് ആൾക്കാർ സാറേ ക്രിസ്മസ് എക്സാം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, കാരണം ഇത്ര ദിവസമായിട്ടും ഒരു ടൈം ടേബിൾ ഒന്നും ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് വന്നിട്ടില്ലല്ലോ എന്ന് കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട്. എന്നാലടാ ഇന്ന് ഇതാ നമ്മൾക്ക് ലൈവായിട്ട് തന്നെ ഒഫീഷ്യൽ ടൈം ടേബിൾ പ്രകാരം ഒരു ക്രിസ്മസ് എക്സാം അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഗവൺമെന്റ്. ഓക്കെ, അപ്പം ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ വരുന്ന ഡിസംബർ 9 ആയിരിക്കും +1 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ എല്ലാ എക്സാമുകളും 9 തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് കറക്റ്റ് നമ്മുടെ +1 എല്ലാ എക്സാമുകളും 1:30 ഉച്ചയ്ക്ക് 1:30 ഫ്രൈഡേ വരുന്ന എക്സാമുകൾ എന്താണ് 2 മണിക്കുമായിട്ടാണ് തുടങ്ങുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഒരു ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മളുടേത് പോകുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ സർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനൗൺസ് ചെയ്യാണ്. ഈ വരുന്ന ഡിസംബർ 9 നിങ്ങൾക്ക് കറക്റ്റ് 1:30 ഫസ്റ്റ് എക്സാം. മാത്രമല്ല നിങ്ങൾ ആലോചിക്കേണ്ട വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ +1 സ്കൂൾ ലൈഫിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്ന ഒരു ഒഫീഷ്യൽ ടൈം ടേബിൾ പ്രകാരം ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് എക്സാം ആണ് നിങ്ങൾ ഇപ്പം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളും മാത്രമായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഒരു മാറ്റം നമ്മൾക്ക് +1 വരാൻ പോവുകയാണ്. ഈ വരുന്ന ഡിസംബർ 9 കൃത്യം 1:30 നിങ്ങൾക്ക് പാർട്ട് 2 ലാംഗ്വേജുകളാണ് മെയിൻ ആയിട്ടുള്ള എക്സാം. ഓക്കെ, ലാംഗ്വേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ഉള്ളവരുണ്ടാവും, ഹിന്ദി, ഉറുദു, അറബിക്, പിന്നെ മലയാളം, ഇതൊക്കെ നമ്മളുടെ പാർട്ട് 2 ലാംഗ്വേജിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. സർ കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർനൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈം കറക്റ്റ് ആയിട്ട് വരുന്നത് എത്ര മണിക്കാണടാ? 1:30 PM. ഓക്കെ, 1:30 PM എല്ലാ എക്സാമുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം 10 തീയതി 1:30 മണിക്ക് പാർട്ട് 1 ഇംഗ്ലീഷ് ആണ് നമ്മൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പം പാർട്ട് 1 ഇംഗ്ലീഷ് കഴിഞ്ഞ് ജസ്റ്റ് 11 നമ്മൾ ചാടുകയാണ്. ബുധനാഴ്ച 1:30 നമ്മൾക്കുള്ളത് കെമിസ്ട്രി ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, കെമിസ്ട്രി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് റിഡോക്സ് വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം വെനസ്ഡേ 11 വെനസ്ഡേ നമ്മൾക്കുള്ളത് കെമിസ്ട്രി എക്സാം ആണ് എന്നുണ്ടെങ്കിൽ 12 നമ്മൾക്ക് മാത്സ് ആണ് വരുന്നത്. ഓക്കെ, മാത്സിന്റെ ക്രിസ്മസ് പോർഷന്റെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് വരുന്ന ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് 12 തേഴ്സ്ഡേ മാത്സ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ലീവാണ്, ശനിയാഴ്ച ലീവാണ്, ഞായറാഴ്ച ലീവാണ്, മൺഡേയും ലീവാണ്. അത്രയും 4 ദിവസത്തെ ലീവ് കഴിഞ്ഞ് നമ്മൾക്ക് വരാൻ പോകുന്നത് CS കാർക്കാണ് കമ്പ്യൂട്ടർ സയൻസ് എക്സാം. ഓക്കെ, അപ്പോഴും ബയോ സയൻസുകാർക്ക് വീണ്ടും ഒരു ലീവും കൂടെ എക്സ്ട്രാ കിട്ടുകയാണ്. 5 ദിവസത്തെ ലീവാണടാ കിട്ടുന്നത്. 5 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് ബയോ സയൻസുകാർക്ക് വെനസ്ഡേ വരാൻ പോകുന്നത് 18 ഉച്ചയ്ക്ക് വരാൻ പോകുന്നത് ഫിസിക്സ് ആണ്. രാജകീയമായി കിടക്കുകയാണ് ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ട് അറ്റ്ലീസ്റ്റ് തെർമോഡൈനാമിക്സ് വരെയുള്ള സെറ്റപ്പ് ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങുന്ന അല്ലെങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സ് വരുന്ന ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം ബയോ സയൻസുകാർക്ക് അത് പഠിക്കാൻ 5 ദിവസമാണുള്ളത്. ആ 5 ദിവസത്തിൽ ബയോ സയൻസുകാർ ഫിസിക്സ് മാത്രം പഠിച്ചാൽ പോരാ. ബിക്കോസ് എന്താ, 19 ഡിസംബർ 19 വെനസ്ഡേ നിങ്ങൾക്ക് 1:30 വരാൻ പോകുന്നത് ബയോളജിയാണ് അല്ലെ. ബോട്ടണിയും സുവോളജിയും കൂടെ ഒരുമിച്ചാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. സുവോളജി സെപ്പറേറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ബോട്ടണിയുടെയും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. സോ ഈ ഒരു രീതിയിൽ നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 കൂടെ എക്സാം തീരുമ്പോൾ ബയോ സയൻസുകാർക്ക് തീരുന്നത് 19 കൂടി ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ ഇനി പഠിച്ച് സെറ്റ് ആവേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാണ്. ഒട്ടും ബേജാറാവണ്ട, ചരിത്രം MS സൊല്യൂഷൻസ് ഒരിക്കലും മാറ്റി കുറിക്കില്ല. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് MS പ്രഡിക്ഷൻസും പക്കാ ഷുവർ ക്വസ്റ്റ്യൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലൈവുകൾ കണ്ടക്ട് ചെയ്യാണ്. എല്ലാവർക്കും നിങ്ങൾക്കറിയാം, ഇന്ന് നമുക്ക് ഫിസിക്സിന്റെ ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സിന്റെ ലൈവും ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും MS സൊല്യൂഷൻസിന്റെ കൂടെ കൈപിടിച്ച് നടന്നോളൂ. ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ തെറ്റിക്കില്ല. എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ സെറ്റ് ആക്കി ഈ ക്രിസ്മസ് എക്സാം MS സൊല്യൂഷൻസ്
തൂക്കിയെടുക്കും എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. സോ അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഹുൽ സൈനിങ് ഓഫ് ഫ്രം MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.